അർവ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലീറ്റ്സുകൾ, വിവിധ തരം പ്ലീറ്റ്സുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഞൊറിവുകൾ. പല ഡ്രസ്സുകളും തയ്ക്കുമ്പോൾ നമ്മൾ പലവിധം ഞൊറിവുകളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു 5 വിധം ഞൊറിവുകളെ കുറിച്ച് ഇന്ന് പഠിക്കാം. അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് നോർമൽ പ്ലീറ്റ്. അതെങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് ആദ്യം അടയാളപ്പെടുത്തണം. ഇവിടെ 1 ഇഞ്ച്, അതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് പോവുക. ഇതിങ്ങനെ തയ്ക്കുന്നത് നമുക്ക് നോക്കാം. 1 ഇഞ്ച് 1 ഇഞ്ച്, അതുപോലെ ഈ 1 ഇഞ്ച് നമ്മൾ ഇങ്ങനെ തയ്ക്കുക. ഈ 1 ഇഞ്ച് ഉള്ളിലോട്ട് പോകുന്ന രൂപത്തിൽ ഇങ്ങനെ വെക്കുക. അപ്പോൾ പുറം ഭാഗത്ത് 1 ഇഞ്ച്, ഉൾഭാഗത്ത് 1 ഇഞ്ച് ഇങ്ങനെ തയ്ച്ചു വെക്കുക. അതുപോലെ ഇവിടെ പിടിക്കുക. ഈ 1 ഇഞ്ച് ഉൾഭാഗത്തോട്ട് പോവുക. ഇങ്ങനെ പുറത്തേക്കും 1 ഇഞ്ച്, ഉള്ളിലേക്കും 1 ഇഞ്ച്. ഇങ്ങനെ ഇത് ഓരോ ഇഞ്ചിൽ മുഴുവനായിട്ടും തയ്ച്ചു പോവുക. ഇതിനാണ് നോർമൽ പ്ലീറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പട്ടുപാവാട തയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്ലീറ്റാണ്. ഇതാണ് നോർമൽ പ്ലീറ്റ്. ഉൾഭാഗത്തും മുകൾ ഭാഗത്തും ഒരേ അളവായിരിക്കും. അടുത്തത് സൺറേ പ്ലീറ്റ്സ്. അതെങ്ങനെ നമുക്ക് നോക്കാം. പെറ്റിക്കോട്ട് തയ്ക്കാനും ഉടുപ്പുകൾ തയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ഞൊറിവ് ഉപയോഗിക്കുന്നത്. ക്ലോത്തിനെ ഇങ്ങനെ മടക്കിയിട്ട് ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ട് പോവാം. മുകളിൽ ഭാഗത്ത് ഒരുപോലെ, ഉൾഭാഗത്തേക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞൊറിവുകൾ ഇട്ടു. ഇതാണ് സൺറേ പ്ലീറ്റ്സ്. 1/2 ഇഞ്ചിലാണെങ്കിൽ 1/2 ഇഞ്ചിൽ എല്ലാ ഞൊറിവുകളും 1/2 ഇഞ്ചിൽ ഇട്ട് പോവുക. ഇതാണ് സൺറേ പ്ലീറ്റ്സ്. അടുത്തത് ജനറേറ്റഡ് പ്ലീറ്റ്സ്. അതെങ്ങനെ നമുക്ക് നോക്കാം. ക്ലോത്തിനെ സെൻറ്റർ അടയാളപ്പെടുത്തണം. സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഈ പോയിന്റിൽ നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ടും 1 ഇഞ്ച് ഇങ്ങോട്ടും അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിനെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കുക. അപ്പം ഇത് ഒരു ബോക്സ് രൂപത്തിൽ ഇങ്ങനെ ആയി വരും. 1/2 ഇഞ്ച് ഇതിനെ ഉള്ളിലോട്ട് മടക്കി, ഇതിനതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി, അങ്ങനെ ഇത് 1 ഇഞ്ചിലുള്ള പ്ലീറ്റായി മാറും. തയ്ച്ചു കൊടുക്കുക. ഇത് സെൻറ്ററിൽ ഇങ്ങനെ വരും. പിന്നെ ഇവിടെ എത്രയാണോ നമ്മൾ എടുത്തത് ആ അളവിൽ തന്നെ
ഇവിടെയും ഇങ്ങോട്ട് ഞെറിവിട്ട് പോവുക. ഇതേ അളവായിരിക്കണം ഇവിടെയും. ഇതുപോലെ ബാക്കി വരുന്ന തുണികൾ ഇങ്ങനെ ഒരേ അളവിൽ ഇനി ഈ സെൻറ്റർ ഭാഗത്ത് ബോക്സാക്കി ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത് ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങോട്ടാണല്ലോ ഞെറിവിട്ടത്, ഇത് തിരിച്ച് അങ്ങോട്ട് ഞെറിവിടുക. ഇങ്ങനെ ഇങ്ങോട്ട്. പക്ഷെ അളവ് ഒരുപോലെ ആയിരിക്കണം. ഇവിടെ എത്രയാണോ അതുപോലെ ആയിരിക്കണം ഈ ഭാഗത്തും. ഇതാണ് ജനറേറ്റഡ് പ്ലേറ്റ്സ്. ഇത് നമ്മൾ യൂണിഫോമുകൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലേറ്റ്സ് ആണ്. അടുത്തത് ബോക്സ് പ്ലേറ്റ്സ്. അതെങ്ങനെ നമുക്ക് നോക്കാം. ഇതുപോലെ ക്ലോത്തിനെ സെൻറ്റർ അടയാളപ്പെടുത്തണം. ഇവിടെ നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച്, ഇങ്ങോട്ടും 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്ച്ച പോലെ തന്നെ തയ്ക്കുക. ഇങ്ങനൊരു ബോക്സ് ആക്കുക. എന്നിട്ട് തയ്ച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്ച്ചത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഇനി ബോക്സ് പ്ലീറ്റ് ഇതിനെ ഇങ്ങോട്ട് തന്നെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ക്യാപ്പിട്ടിട്ട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആവും ഉണ്ടോ. ഇതാണ് ബോക്സ് പ്ലീറ്റ്. ഇനി അടുത്ത ഞെറിവ് ഇങ്ങോട്ട്. ഇനി ഈ ഭാഗത്തേക്ക് എത്ര തുണി ബാലൻസ് വരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെ ഞെറിവുകൾ ഇട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ വരും. അതുപോലെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ. പിന്നെ ഇത് ഇങ്ങോട്ടിടുക, പിന്നെ തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും. പക്ഷേ അളവുകളൊക്കെ ഒരേ അളവായിരിക്കണം. ഇതാണ് ബോക്സ് പ്ലേറ്റ്. ഇങ്ങനെ വരും. ഇതാണ് ബോക്സ് പ്ലേറ്റ്. അതായത് ഓരോ ബോക്സ് രൂപത്തിലാണ് അത് പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഞെറിവുകൾ. ഇതാണ് ബോക്സ് പ്ലേറ്റ്. അടുത്തത് ഫ്രഞ്ച് പ്ലേറ്റ്സ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ക്ലോത്ത് ഇങ്ങനെ നടുകെ മടക്കുക, വീണ്ടും മടക്കുക, വീണ്ടും മടക്കുക, ഒന്നും കൂടെ മടക്കുക. ഈ മടക്കിയ ഭാഗം ഒന്ന് ഇങ്ങോട്ട് മടക്കുക. ഇത് നമ്മൾ ഈ സെൻറ്ററിൽ അടയാളപ്പെടുത്തുക. അതിനുശേഷം നിവർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇതുപോലെ ഇവിടെ ഇവിടെ അടയാളപ്പെടുത്തുക. ഈ സൈഡിലും അതുപോലെ തന്നെ. ഈ തുണിയെ നിവർത്തി വെക്കുക. ഇനി ഒരു 1/2 ഇഞ്ച് ക്യാപ്പിൽ ഇങ്ങനെ തയ്ച്ചു പോവുക. അങ്ങനെ 1/2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ഈ ഭാഗം വരെ തയ്ക്കുക.
അടുത്തത് 1/2 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. 1/2 ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കുക. അതുപോലെ മുഴുവനായിട്ടും ഇങ്ങനെ 1/2 ഇഞ്ചിൽ ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി അവിടെ തയ്ച്ചു കൊടുക്കുക. ഇത് സെൻറ്ററിലുണ്ട്. സെൻറ്ററിൽ ഇതേപോലെ 1/2 ഇഞ്ച്. ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് തയ്ച്ചു പോകും. ഇതാണ് ഫ്രഞ്ച് പ്ലേറ്റ്സ്. ഇതാണ് ഫ്രഞ്ച് പ്ലേറ്റ്സ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലേറ്റ്സാണ്. ഇതിൻ്റെ ഈ നമ്മൾ തയ്ച്ചു കൊടുത്തിൻ്റെ ഇത് ചീത്ത സൈഡാണ്, ഇത് നല്ല ഭാഗം. ഇങ്ങനെയാണ് ഇത് വരിക. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഫ്രഞ്ച് പ്ലേറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരേക്കും അസ്സലാമു അലൈക്കും.